ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടൂ വീലറാണ്. അതായത് നമ്മളൊരു സ്ഥലത്തു നിന്നും പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരുവാനും തിരക്കേറിയ സ്ഥലത്ത് യാത്ര ചെയ്യുവാനും സൗകര്യപ്രദമായതാണ്. അതുകൊണ്ടാണ് ആ വാഹനം എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണയായി പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ബൈക്കുകളാണ് ഇതുവരെയും ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ ബജാജ് എന്ന കമ്പനി ലോകത്തിൽ തന്നെ ആദ്യമായി CNG ഇന്ധനമായിട്ടുള്ള ബൈക്കുകൾ നിരത്തിലിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ ലോഞ്ചിങ് കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ പേര് ഫ്രീഡം 125 എന്ന പേരിലുള്ള 2 ടാങ്കുകൾ ഉള്ള ബൈക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഒരു ടാങ്കിൽ CNGയും മറ്റേ ടാങ്കിൽ പെട്രോളും കൂടി ഉപയോഗിക്കുന്ന രീതിയിലാണ്. അത് ഒരു സ്വിച്ച് ഉപയോഗിച്ച് പെട്രോളിൽ നിന്ന് CNGയിലേക്കും CNGയിൽ നിന്ന് പെട്രോളിലേക്കും മാറ്റാവുന്നതാണ്. ഇത് 3 വേരിയൻറ്റുകളിലാണ് ബൈക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വില ഏകദേശം എക്സ് ഷോറൂം പ്രൈസ് 95,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത്. ഇത് ഇൻഷുറൻസ്, ടാക്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്നിവയടക്കം ഏകദേശം ഒരു 1.25 ലക്ഷത്തിൻ്റെ അടുത്ത് വരാനാണ് സാധ്യത. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിനെക്കാട്ടിലും 50% നമുക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പെട്രോളിൻ്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 104 രൂപയാണ് പെട്രോളിൻ്റെ വില. ഇപ്പോൾ CNGക്ക് വരുന്ന വില 85 രൂപയാണ്. പിന്നെ അതുമല്ല, 1 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് നമ്മൾ ബൈക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം കിട്ടുന്നത് 50 കിലോമീറ്ററാണ്. എന്നാൽ 1 കിലോ CNGക്ക് അവർ അവകാശപ്പെടുന്നത് 100 കിലോമീറ്റർ വരെ ഓടാമെന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ CNG വളരെ ലാഭകരമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ വാഹനം ലഭ്യമാകുന്നത് ഏകദേശം 1.5 മാസം വേണ്ടിവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ലോഞ്ചിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാർക്കറ്റിൽ അതേമാതിരി ഷോറൂമിലെത്താൻ 1.5 മാസം വേണം എന്നാണ് അറിഞ്ഞത്. ഇനി കൂടുതൽ അറിവ് ലഭിച്ചാൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ഈ വാഹനത്തിൻ്റെ വിവരം പുതിയ അറിയിപ്പ് കിട്ടിയാൽ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.